അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹറം മാസത്തിൽ ഒരു നല്ല കാര്യം ചെയ്താൽ മറ്റുള്ള മാസങ്ങളേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു. അതുപോലെ തന്നെ തിന്മ ചെയ്താൽ മറ്റുള്ള മാസത്തേക്കാൾ ശിക്ഷയും ലഭിക്കുന്നു. ബിസ്മി എഴുതേണ്ട രൂപം കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുഹറം മാസത്തെ നോമ്പിൻ്റെ നിയ്യത്ത്. മുഹറം 1-നാണെങ്കിൽ മുഹറം 1-ൻ്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇതുപോലെ മുഹറം 1-ന് പകരം ഏത് ദിവസമാണോ നോൽക്കുന്നത് ആ ദിവസത്തെ നമ്പർ പറയുക. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വെക്കാം. മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതുപോലെ എല്ലാ ദിവസവും വെക്കുക. ഫർള് നോമ്പ് ഖളാ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ നിയ്യത്ത് വയ്ക്കുക. മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർള് നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുന്നു. ഇനി മുഹറം സുന്നത്ത് നോമ്പെടുക്കുന്നത് പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളായ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ ഇങ്ങനെ നിയ്യത്ത് വയ്ക്കുക. മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർള് നോമ്പും അതിനോട് കൂടെ തിങ്കളാഴ്ചയിൽ പ്രത്യേകം സുന്നത്തുള്ള നോമ്പും ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവീട്ടുന്നു. വ്യാഴാഴ്ചയാണ് നോക്കുന്നതെങ്കിൽ വ്യാഴാഴ്ച എന്ന് പറയുക. ഇനിയൊരാൾ രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നാൽ നോമ്പിൻ്റെ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി നിയ്യത്ത് വെച്ചാൽ മതി. സുബഹിക്ക് ശേഷം അയാൾ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് നിയ്യത്ത് സ്വഹിയാവുക. എല്ലാ സുന്നത്ത് നോമ്പിനും ഇത് ബാധകമാണ്. മുഹറം മാസത്തിൽ നല്ല കാര്യങ്ങൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മോശമായ സംസാരങ്ങൾ ഒഴിവാക്കുക. ദിക്ർ ദുആകൾ അധികരിപ്പിക്കുക. സ്വതക്ക ചെയ്യുക, രോഗിയെ സന്ദർശിക്കുക, യതീം മക്കളെ സഹായിക്കുക, മരിച്ച വീട്ടിൽ സന്ദർശിക്കുക തുടങ്ങിയ പ്രത്യേക സുന്നത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമളാനിനു ശേഷം സുന്നത്ത് നോമ്പ് നോൽക്കാൻ ശ്രേഷ്ഠമായ 4 മാസങ്ങളുണ്ട്. യുദ്ധം ഹറാമാക്കപ്പെട്ട ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് തുടങ്ങിയ 4 മാസങ്ങൾ. 1-ാം സ്ഥാനം മുഹറം മാസത്തെ നോമ്പിനാണ്. മുഹറം 10-ന് നോമ്പെടുത്തവൻ്റെ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ കരക്കണഞ്ഞതും യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔൻ്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം 10-നാണ്. തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ മുഹറം 10-ന് നടന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് മുഹറം മാസം എല്ലാ ദിവസവും 100 തവണയെങ്കിലും ചൊല്ലുക. എന്നാൽ നിങ്ങൾക്ക് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. സാമ്പത്തികമായ വളർച്ചയും സ്വാലിഹായ മക്കളുണ്ടാകാനും ഉദ്ദേശങ്ങൾ പൂവണിയാനും തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈ ദിക്റിനെ ദിവസവും 100 തവണ ചൊല്ലുക. സൂറത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഅ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദരിഹി വമിഖ്ദാരിഹിൽ അളീം. വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണിത്. ശേഷം ആയത്തുൽ കുർസി 360 തവണ ബിസ്മിയോട് കൂടെ ചൊല്ലുക. സാധാരണ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കുക. എന്നാൽ അവൻ ഉണരുന്നതുവരെ അല്ലാഹു ഒരു മലക്കിനെ അവനെ വേണ്ടി കാവൽ നിർത്തുന്നു. ശേഷം ഇനി പറയുന്ന ദുആ ചൊല്ലുക. അത് കേൾക്കുമ്പോൾ ശൈത്താൻ പറയും, എന്നെ തൊട്ട് ഇയാൾ അല്ലാഹുവിനോട് അഭയം തേടിയിരിക്കുന്നു. 1 വർഷം മുഴുവൻ 2 മലക്കുകൾ ഇയാൾക്ക് വേണ്ടി കാവലുണ്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറ വതകൂനു ലനാ വലിൽ മുഅ്മിനീന ഫറജം വഫറഹം വസുറൂറ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വലു വഅലാ ഫളിലികൽ അളീമി വകരീമി ജൂദികൽ അമീമിൽ മുഗവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ
അസ്അലുക്കൽ ഇസ്മത ഫീഹി മിനശ്ശൈത്വാനി വ ഔലിയാഇഹി വൽ ഗൗന അലാ ഹാദിഹി നഫ്സിൽ അമ്മാറത്തി ബിസ്സൂ വൽ ഇഷ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫ യാ ദൽ ജലാലി വൽ ഇക്റാം വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം. 3 തവണ ചൊല്ലുക. അർത്ഥം: അല്ലാഹുവേ, നീ എന്നെന്നും ഉള്ളവനാകുന്നു. നിന്റെ ഫളലിൻ്റെ മേലിലാണ് ഞങ്ങളുള്ളത്. നിന്റെ ദാനമാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നതും. ഇതാ ഒരു പുതിയ വർഷം വന്നിരിക്കുന്നു. ശൈത്താൻ്റെ ഷെറിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു. അവൻ്റെ ആൾക്കാരിൽ നിന്നും നിന്നോട് ഞാൻ സഹായം തേടുന്നു. തെറ്റുകൾ കൽപ്പിക്കുന്ന ഞങ്ങളുടെ ശരീഅത്തിൻ്റെ എല്ലാ ദുർപ്രേരണകളെ തൊട്ടും നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഒരുപാട് ആദരവും ബഹുമാനവുമുള്ള അല്ലാഹുവേ, വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.